നമ്മുടെ വീടിന് മുമ്പിൽ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ നമ്മൾ 5 നേരവും കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ അവശേഷിക്കും? ഇല്ല എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയൂ അല്ലേ? ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 വഖത്ത് നമസ്കരിക്കുന്ന ഒരാളെ ഉപമിച്ചത്. 5 വഖത്ത് നമസ്കരിക്കുന്നതോട് കൂടിയിട്ട് 5 വഖത്ത് കുളിക്കുന്ന ഒരാളെ പോലെ തൻ്റെ ശരീരത്തെ എല്ലാ മാലിന്യങ്ങളും നീങ്ങി പോകൂലേ? ഇതുപോലെ താൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും, എല്ലാ തിന്മകളും, എല്ലാ കുറ്റങ്ങളും ഓരോ വക്കത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പരിശുദ്ധനല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ റബ്ബ്. അങ്ങനത്തെ ഒരു പ്യൂരിഫിക്കേഷൻ സിസ്റ്റം വെച്ചിരിക്കുകയാണ്. മനുഷ്യന്മാർ തെറ്റ് ചെയ്യുന്ന റബ്ബിന് അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കാനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 4-5 മണിക്കൂറുകൾക്കിടയിൽ നമസ്കാരം എന്നുള്ള ഒരു വലിയ ഗിഫ്റ്റ് വെച്ചിരിക്കുകയാണ്. അതിലൂടെ താൻ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ റബ്ബിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഒരു ഹൃദയത്തെ പ്യൂരിഫൈ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നൊമ്പരങ്ങളും ഒക്കെ അതൊന്ന് ഇറക്കി വെച്ചുകൊണ്ട് ആ റബ്ബിലേക്ക് അടുക്കാനും പറ്റിയിട്ടുള്ള ഒരു അവസരവും കൂടി റബ്ബ് വെക്കാണ്. ഒരു കൗൺസിലിംഗ് ഡെസ്ക് പോലെ ഒരു ളുഹർ കഴിയുമ്പോൾ അസർ കഴിയുമ്പോൾ മഗ്‌രിബ്, അതിനിടയിൽ ഉണ്ടാകുന്ന തൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ റബ്ബുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കാമല്ലോ, അങ്ങനെയുള്ളൊരു അവസരം കൂടി റബ്ബ് എന്ത് ചെയ്യാണ് ഈ നമസ്കാരം എന്നുള്ള ആ ഒരു സിസ്റ്റത്തിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമാക്കാനും പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ആ ഒരു നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരം ഒരു വക്കത്ത് പോലും മുടങ്ങാതെ 5 വക്കത്തും കൃത്യമായിട്ട് നമസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. والتسويل جئنا وبين يديك أطرقنا